ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് റാഗി പത്തിരി അല്ലെങ്കിൽ റാഗി ചപ്പാത്തി എന്നും പറയാം. റാഗി എന്ന് പറയുന്നത് കാൽസ്യം റിച്ച് ആയിട്ടുള്ളൊരു മില്ലറ്റാണ്. അതുപോലെ തന്നെ ഇതിൽ ഫൈബർ കണ്ടൻറ്റ് കൂടുതലാണ്. റാഗി പത്തിരി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ ഇതുപോലെ ഒരു കപ്പിൽ 2 കപ്പ് റാഗിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് റാഗിപ്പൊടി ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം. അതിനുവേണ്ടി ചുവട് കട്ടിയുള്ള ഒരു ചട്ടി എടുത്ത് ചൂടാക്കി അതിലേക്ക് 1 കപ്പ് പൊടിക്ക് 1 കപ്പ് വെള്ളം എന്ന കണക്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ 2 കപ്പ് പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളത്തിൻ്റെ പാകത്തിന് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം. ഇനി വെള്ളം നന്നായി തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റാഗിപ്പൊടി കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കണം. എല്ലാം കൂടി ഒരുമിച്ചിട്ട് ഇട്ട് കൊടുക്കരുത്, അത് പെട്ടെന്ന് കട്ട പിടിക്കും. അപ്പോൾ നമുക്ക് ഇളക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. റാഗിപ്പൊടി ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം സിമ്മിലേക്ക് മാറ്റണം, ഓഫാക്കി വെക്കരുത്. പൊടി വെള്ളവുമായി നന്നായി മിക്സായി കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്യാവൂ. ഇപ്പോൾ പൊടി നന്നായിട്ട് വെള്ളവുമായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്ത് കുറച്ച് നേരം മൂടി വയ്ക്കാം. പെട്ടെന്ന് നമുക്ക് കുഴയ്ക്കാൻ പറ്റില്ല, കാരണം നല്ല ചൂടുണ്ടായിരിക്കും. ഇനി ഇത് കൈ പിടിക്കാവുന്ന പാകമായി കഴിഞ്ഞാൽ ലൈറ്റ് ചൂടോട് കൂടി നന്നായിട്ട് കുഴച്ചെടുക്കുക. നന്നായി പ്രസ് ചെയ്ത് നല്ല മയം വരുന്നത് വരെ കുഴച്ചെടുക്കണം. അരിപ്പത്തിരി ഉണ്ടാക്കുന്ന പോലെ അത്ര ബുദ്ധിമുട്ടല്ല ഇത് കുഴയ്ക്കാനായിട്ട്. അവസാനം ഇതൊരു 1/2 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് ഒന്നും കൂടി നന്നായി കുഴച്ചെടുത്ത് വയ്ക്കുക. ഇപ്പോൾ റാഗി നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കണം. അപ്പോൾ ഇതുപോലെ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വേഗത്തിൽ പരത്തിയെടുക്കാനായിട്ട് എളുപ്പമാണ്. ഇനി നമുക്ക് ഈ ഉരുളകളെയൊക്കെ ഒന്ന് പരത്തിയെടുക്കണം. ഇതുപോലെ ഒരു പത്തിരി പ്രസ് നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് പരത്തിയെടുക്കാവുന്നതാണ്. ആദ്യം തന്നെ ഒരു ഉരുളയെടുത്ത് റാഗിപ്പൊടിയിൽ മുക്കി 2 വശം മുക്കണം. റാഗി ഉരുളയുടെ പൊടിയിൽ മുക്കി പത്തിരി പ്രസ്സിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് പ്രസ് ചെയ്തെടുക്കണം. ഇങ്ങനെ 2-3 പ്രാവശ്യമൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് പരന്നു വരും. ഈ പ്രസ് വെച്ച് ചെയ്യുമ്പോൾ നല്ല ഷേപ്പിലായിരിക്കും നമുക്ക് പത്തിരി പരന്ന് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇടയ്ക്കൊന്ന് പൊടിയിൽ മുക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കും. ആ പ്രസ്സിൽ ഒട്ടിപ്പിടിക്കും. നമ്മളിങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്യല്ലേ, അപ്പോൾ അത് ഇതിൽ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പൊടി തൂക്കി കൊടുക്കണം. ഇപ്പോൾ പത്തിരി നന്നായിട്ട് നല്ല നൈസായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി പത്തിരി പ്രസ് ഇല്ലാത്തവർക്ക് ചപ്പാത്തി പലക വെച്ചിട്ട് ഇതുപോലെ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. ഒരു ഉരുളെടുക്കുക, റാഗിപ്പൊടിയിൽ മുക്കി ചപ്പാത്തി പരത്തുന്ന കോല് വെച്ച് നന്നായിട്ട് പരത്തിയെടുക്കാം. ഡയബറ്റിക് ആയവർക്കും അതുപോലെ തന്നെ വണ്ണം കുറയ്ക്കാൻ ഡയറ്റ് എടുക്കുന്നവർക്കൊക്കെ ഈ റാഗി കൊണ്ടുള്ള വിഭവങ്ങൾ വളരെ നല്ലതാണ്. സാധാരണ നമ്മൾ റാഗി പുട്ടാണ് ഉണ്ടാക്കാറ്. അപ്പോൾ ഈ റാഗി പുട്ടിനേക്കാളും വളരെ സോഫ്റ്റായിട്ടുള്ള ഒരു ഡിഷാണ് റാഗി ചപ്പാത്തി അല്ലെങ്കിൽ റാഗി പത്തിരി. ഇപ്പോൾ നമ്മുടെ പത്തിരി നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ചുട്ടെടുക്കാം. ഇനി ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് പത്തിരി ഇട്ട് കൊടുക്കുക. പത്തിരി ഇടുന്നതിന് മുമ്പ് നമ്മൾ നന്നായിട്ട് ആ പൊടിയൊക്കെ ഒന്ന് തട്ടിക്കളയണം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി ചെറിയ കുമിളകളായിട്ട് വരുമ്പോൾ നമുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ വീണ്ടും ഈ സമയത്ത് ഫ്ലെയിമെല്ലാം മീഡിയം ഫ്ലെയിം ആയിരിക്കണം. വീണ്ടും ഒന്നും കൂടി മറിച്ചിട്ട് കൊടുക്കുക ചെറിയ കുമിളകൾ വരുമ്പോൾ. എന്നിട്ടൊന്ന് ലൈറ്റായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് വീണ്ടും മറിച്ചിട്ട് കൊടുക്കുക. ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പ്രസ് ചെയ്ത് തിരിച്ചും മറിച്ചും വേഗത്തിൽ ഇട്ട് കൊടുക്കണം. അവസാനമായിട്ട് ഞാൻ കുറച്ച് നെയ്യ് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ്.
നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇപ്പോൾ നമ്മുടെ പത്തിരി റെഡിയായി വന്നിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ പത്തിരിയും ചുട്ടെടുക്കുക. ഇനി നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. റാഗി പുട്ടും കഴിച്ച് മടുത്തവർക്ക് ഇതൊന്ന് പരീക്ഷിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈഡ് ഡിഷ് വെച്ചിട്ട് കഴിക്കാവുന്നതാണ്. ഞാനിവിടെ മുട്ടക്കറി വെച്ചിട്ടാണ് ഇന്ന് റാഗി പത്തിരി കഴിക്കുന്നത്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണേ. താങ്ക്